നിയമസഭയ്ക്കകത്തും പുറത്തും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട MLA ആണ് KK രമ. ജീവിതവേദനകളിലൂടെ കടന്നു വന്ന രാഷ്ട്രീയത്തിൽ ഇപ്പോൾ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്താർന്ന മുഖം. ആ KK രമ ഇന്നലെ ആശാവർക്കർമാരെ കാണാൻ രാത്രിയിൽ അവിടെ എത്തുകയുണ്ടായി. കോരിച്ചൊരിയുന്ന മഴയത്ത് അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായവും പിന്തുണയും അർപ്പിച്ചു. KK രമ ഇതാദ്യമായല്ല അവിടെ എത്തുന്നത്. പക്ഷേ ഇന്നലത്തെ ആ മഴയിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ, അവർക്ക് കഴിയുന്നത്ര മാനസികപരമായ പിന്തുണ അർപ്പിക്കുവാൻ KK രമ അവിടെ എത്തുകയുണ്ടായി. ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ അവർ തുറന്നടിച്ച ചില കാര്യങ്ങളുണ്ട്. സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ സർക്കാരിന് സ്ത്രീകൾ നടത്തുന്ന ഈ സമരത്തോട് വലിയ ഭയമാണ്. ഇവർ നടത്തുന്ന ന്യായമായ ഈ സമരം പ്രകടന പത്രികയിൽ പറഞ്ഞ് 21,000 രൂപ എന്ന ആവശ്യം, നിലവിലുള്ള 7,000 രൂപ പോലും കൃത്യമായി കൊടുക്കാത്തതിലുള്ള പ്രതിഷേധവും അമർഷവും അറിയിച്ചുകൊണ്ടുള്ള സമരം, ഓണറേറിയത്തിന് വേണ്ടിയുള്ള സമരം, അങ്ങനെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോവിഡ് പോലൊരു മഹാമാരിയുടെ കാലത്ത് ഈ സംസ്ഥാനത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ആശാവർക്കർമാർ, അന്ന് ഈ സർക്കാരിന് അവരെ വേണമായിരുന്നു. ഇപ്പോൾ ഈ സർക്കാരിന് അവരെ വേണ്ട. അത്തരത്തിൽ അകറ്റി നിർത്തുന്ന ആ സ്ത്രീ ജനങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ അർപ്പിക്കുവാൻ വേണ്ടി എത്തിയ KK രമ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അത്ര വലിയ മഹാമാരിക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത സ്ത്രീകൾ നടത്തുന്ന പോരാട്ടമാണ്. ഇവരോട് വെല്ലുവിളിക്കാൻ നിൽക്കരുത്. അങ്ങനെ വെല്ലുവിളിച്ചാൽ സർക്കാർ തന്നെ തോറ്റുപോകുമെന്നാണ് KK രമ പറയുന്നത്. പിന്നീട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാർ നടത്തുന്ന ഈ സമരത്തിന് മുൻപിൽ തീരെ ചെറുതായി പോവുകയാണ് സർക്കാരെന്നും KK രമ പറയുന്നു. സ്ത്രീപക്ഷ കേരളം എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, അവർ ഒന്ന് കാണണം, ഒന്ന് വൈകുന്നേരം ഒന്ന് ഇവിടെ വന്ന് നോക്കണം. ഈ മഴയത്ത് ഈ സ്ത്രീകൾ ഇവിടെ ഇരിക്കാൻ പോലും ഇപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. എല്ലാ ദിവസവും രാത്രി ഇവിടെയാണ് അവർ കിടക്കുക, ഈ തറയിൽ. ഇന്ന് ആ തറയിൽ അവർക്ക് കിടക്കാൻ പോലും സാധിക്കില്ല. അവർ തുടങ്ങിയ 37 ദിവസമായി തുടങ്ങിയ ഒരു സമരം, ഈ കേരളത്തിലെ ആശമാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പോരാട്ടത്തിലാണ് അവർ. പക്ഷേ ഈ മന്ത്രിമാർ, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ, ഇവർ ധാർഷ്ട്യം ഉപേക്ഷിച്ച് ഇവരോട് സംസാരിക്കാൻ തയ്യാറാകണം. ഇവരോട് വെല്ലുവിളിക്കാൻ നിൽക്കരുത്. സർക്കാർ തോറ്റുപോകും. അത്ര നിശ്ചയദാർഢ്യത്തിലാണ് അവരുള്ളത്. ഇത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ ഈ സമരത്തിന് മുന്നിൽ ചെറുതായി പോവുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. ഇല്ലെങ്കിൽ വലിയ ദുരന്തഫലം സർക്കാർ നേരിടേണ്ടി വരും. സർക്കാരിൻ്റെ എല്ലാ ആവശ്യങ്ങളും, അത് ആരോഗ്യകരമായ എല്ലാ കാര്യങ്ങളിലും താഴെത്തട്ടിലുള്ള ജനതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ. ആരോഗ്യകരമായ ഒരു വീട്ടിലൊരു പ്രശ്നമോ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായാൽ വീട്ടുകാരോടൊപ്പം ആ വിവരം അറിയുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ ആശാവർക്കർമാർ. ഏതെങ്കിലും തരത്തിലുള്ളൊരു പകർച്ചവ്യാധി ഉണ്ടായാൽ, ആരോഗ്യകരമായൊരു പ്രശ്നമുണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ളൊരു സർവേ നടത്തണമെങ്കിൽ, ഇതിനെല്ലാം മുഖ്യധാരയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആശാവർക്കർമാർ. അവരെയാണോ കാണാത്ത മട്ടിൽ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാരുമൊക്കെ കടന്നു പോകുന്നത്? അവർക്കല്ലെങ്കിൽ മറ്റാർക്കാണ് നിങ്ങൾ മുഖം കൊടുക്കേണ്ടത് എന്നുകൂടി ചിന്തിക്കണം.